ടോപ്പ് ഹെഡ്ലൈൻസിന് മുമ്പ് ഒരു സുപ്രധാന വാർത്തയിലേക്കാണ്. ജമ്മുവിലെ നഗ്രോട്ടയിൽ ഭീകരാക്രമണമെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഭീകരർക്ക് നേരെ സൈന്യം വെടിയുതിർത്തിരിക്കുകയാണ്. ഒരു ജവാന് പരിക്കേറ്റിട്ടുണ്ടെന്നും വിവരങ്ങൾ ലഭിക്കുന്നു. ഈ ഒരു മണിക്കൂറിൽ കടുത്ത രീതിയിൽ ആക്രമണം, പ്രകോപനമെല്ലാം പാക് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സൈന്യവും തിരിച്ചടിക്കുന്നത്. ഭീകരർ തന്നെ എന്നുള്ള തരത്തിലൊക്കെ ചില വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. സൂചനകളാണ്, എത്രത്തോളം വ്യക്തമാണ് ആ സൂചനകൾ എന്നുള്ളതൊക്കെ അറിയാനുണ്ട്. സ്ഥിരീകരണങ്ങളൊക്കെ കൂടുതൽ വരാനുണ്ട് വരും മണിക്കൂറുകളിൽ. എന്തായാലും ഭീകരർക്ക് നേരെയാണ് വെടിയുതിർത്തത് സൈന്യം എന്നുള്ള ചില വിവരങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു നിമിഷം ലഭിക്കുന്നത്. ജമ്മുവിലെ നഗ്രോട്ടയിലാണ് ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു ജവാന് പരിക്കേറ്റിട്ടുണ്ട് ഈ ഒരു ആക്രമണത്തിൽ എന്നുള്ളതും കൂടിയാണ് ലഭിക്കുന്ന വിവരം. ഭീകരർക്ക് നേരെ കടുത്ത വെടിയുതിർക്കൽ നടത്തിയിരിക്കുന്നു സൈന്യം എന്നുള്ളതും കൂടിയുണ്ട്. പാക് പ്രകോപനം തുടരുന്ന ഒരു സാഹചര്യത്തിലാണ്. വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണ ലംഘിച്ചൊരു സാഹചര്യത്തിൽ പാക് പ്രകോപനം കടുത്ത രീതിയിൽ ഉണ്ടാകുമെന്നുള്ള നിരീക്ഷണങ്ങളൊക്കെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യൻ സൈന്യം പൂർണ്ണ സജ്ജമാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പാക് പ്രകോപനം ഉണ്ടായൊരു സാഹചര്യത്തിൽ ജമ്മുവിന്റെ പല മേഖലകളിലും ഷെല്ലാക്രമണം രൂക്ഷമായൊരു സാഹചര്യത്തിൽ ഒമർ അബ്ദുള്ള ട്വിറ്ററിലടക്കം പ്രതികരിച്ചൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു ജമ്മുവിലെ നഗ്രോട്ട മേഖലയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം, ജമ്മുവിൽ ഭീകരാക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ജവാന് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി എത്തരത്തിലായിരിക്കും നീക്കം എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. സൈന്യം തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.